ഈ ജോലി കിട്ടാത്ത എല്ലാ ആളുകളെയും ഇളക്കി വിട്ടിരിക്കുകയാണ്. അല്ല, ആളുകൾ എനിക്കറിയാം, അത് സമയം വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. പാർട്ടിക്കകത്തെ ചിലർ നടത്തുന്ന ഈ ഏർപ്പാട് എൻ്റെ കൈകൾ പരിശുദ്ധമാണ്. അപ്പോൾ അതനുസരിച്ച് അത് നമുക്ക് രാഷ്ട്രീയം നോക്കാൻ കഴിയില്ല. ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കാം. അപ്പോൾ വളരെ ബോധപൂർവം ഈ സ്ഥാപനത്തെ നശിപ്പിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ നിബന്ധനകൾക്ക് വിധേയമായാണ് മാടായി കോളേജിലെ നിയമനം നടത്തിയതെന്ന് MK രാഘവൻ MP. മാടായി കോളേജിലെ നിയമനത്തിൽ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്നും അനധ്യാപിക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് സർക്കാർ നിർദ്ദേശപ്രകാരമാണെന്നും അദ്ദേഹം ഡൽഹിയിൽ വെച്ച് വ്യക്തമാക്കിയിരുന്നു. നിയമന വ്യവസ്ഥയുടെ മുൻപിൽ രാഷ്ട്രീയ താൽപര്യം പാലിക്കാനാവില്ല എന്നും താൻ ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്നില്ല എന്നും തന്നെ തടഞ്ഞ 5 പേർക്കെതിരെ പാർട്ടി നടപടിയെടുത്തെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാടായി കോളേജിനെ കുറിച്ച് പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. തന്റെ 29ാമത്തെ വയസ്സിൽ താൻ മുൻകൈയെടുത്താണ് കോളേജ് ആരംഭിക്കാനുള്ള ശ്രമം തുടങ്ങിയത്. 7 മാസം മുൻപാണ് താൻ ഒടുവിൽ കോളേജ് ചെയർമാനായത്. താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടും നിർബന്ധിച്ച് തന്നെ ഏൽപ്പിച്ചതിനാലാണ് സ്ഥാനം ഏറ്റെടുത്തത്. 4 അനധ്യാപിക തസ്തികകളിലേക്കാണ് കോളേജിൽ നിയമനം നടത്തിയത്. സർക്കാർ നിർദ്ദേശമനുസരിച്ചാണ് അപേക്ഷ ക്ഷണിച്ചത്. ആകെ 83 അപേക്ഷകരെത്തി. ഓഫീസ് അസിസ്റ്റന്റ്, ഓഫീസ് അറ്റൻഡർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്നിങ്ങനെയുള്ള തസ്തികകളിലേക്കായിരുന്നു ആ നിയമനം. ഇതിൽ 59 പേർ അപേക്ഷിച്ചു. 40 പേർ ഹാജരായി. ഓഫീസ് അറ്റൻഡർ പോസ്റ്റിൽ ഒരു ഒഴിവാണുള്ളത്. ഇത് ഭിന്നശേഷി സംവരണമാണ്. 8 പേർ അപേക്ഷിക്കുകയും ചെയ്തു. ഹാജരായത് 7 പേരാണ്. ഭിന്നശേഷിക്കാരിൽ ആദ്യ പരിഗണന നൽകേണ്ടിയിരുന്നത് അന്ധരായവർക്കാണ്. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മാനദണ്ഡം അനുസരിച്ച് 2ാമത്തെ പരിഗണന കേൾവിക്കുറവ് ഉള്ളവർക്ക് നൽകണം. ഈ മാനദണ്ഡമാണ് പാലിച്ചത്. രാഷ്ട്രീയം നോക്കി നിയമനം നടത്താൻ കഴിയില്ല. ഈ ഓഫീസ് അറ്റൻഡർ പോസ്റ്റിലേക്കാണ് വിവാദമുണ്ടായിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ജോലി നൽകിയില്ലെങ്കിൽ കോടതിയിൽ പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുപ്രീം കോടതി നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റിൽ നിയമനം നടത്തിയത്. അന്ധരായ അപേക്ഷകരില്ലാത്തതിനാൽ ബധിരനായ ആൾക്ക് നിയമനം നൽകുകയായിരുന്നു. ഇങ്ങനെയായിരുന്നു MK രാഘവന്റെ വിശദീകരണം. ആളുകളെ ഇളക്കി വിടുന്നതിന് പിന്നിൽ കോൺഗ്രസ് ആണ് എന്ന് അദ്ദേഹം ചോദിച്ചു വെക്കുന്നുമുണ്ട്. തന്റെ കോലം കത്തിച്ചത് തന്നെ കത്തിക്കുന്നതിന് തുല്യമാണെന്നും കോൺഗ്രസുകാർ തന്നെയാണ് അത് ചെയ്തതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. സ്ഥാപനത്തെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് ഇതിന് പിന്നിലെന്നും തന്നെ വ്യക്തിഹത്യ ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്നും തന്റെ കൈകൾ പരിശുദ്ധമാണെന്നും വികാരാതീതനായി MK രാഘവൻ പറഞ്ഞു. ഓഫീസ് അറ്റൻഡന്റ് 2 അപേക്ഷയിലേക്ക് 59 അപേക്ഷ വന്നു. ഇന്റർവ്യൂവിന് വന്നത് 40 പേരാണ്. പിന്നെ ഓഫീസ് അറ്റൻഡന്റ് ഒരു പോസ്റ്റ് ഉണ്ട്, PWD ആണ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആൾക്കുള്ളതാണ്. ഒരു ഒഴിവാണ്. അപേക്ഷ വെച്ച് 8 എണ്ണമാണ്. ഹാജരായത് 7 എണ്ണമാണ്. ഈ 4 തസ്തിക ഈ ഇന്റർവ്യൂ നടത്തുന്നത് കഴിഞ്ഞ 7-ാം തീയതിയാണ്. അത് ഗവൺമെന്റ് ജോയിന്റ് സെക്രട്ടറിയാണ് ഗവൺമെന്റ് നോമിനിയായി വന്ന് ഇന്റർവ്യൂ നടത്തുന്നത്. അതിൽ സുപ്രീം കോർട്ടിൻ്റെയും ഗവൺമെൻറ്റെയും ഡയറക്ഷൻ അനുസരിച്ച് കാറ്റഗറി പറയുന്നുണ്ട്. ആദ്യം ബ്ലൈൻഡിനാണ് കൊടുക്കേണ്ടത്. മെഡിക്കൽ ബോർഡ് സർട്ടിഫൈ ചെയ്ത ക്വാളിഫിക്കേഷനുള്ള ആൾ വന്ന ആ ബ്ലൈൻഡിനാണ് ആദ്യം കൊടുക്കേണ്ടത്. ബ്ലൈൻഡ് ഇല്ലെങ്കിൽ ഡംബ് ആൻഡ് ഡെഫാണ്. ഇത് സുപ്രീം കോർട്ടിൻ്റെ ഒരു ഡയറക്ഷൻ കൂടിയാണ്. ഡെഫ് ആൻഡ് ഡംബിൽ ഇല്ല, ബ്ലൈൻഡ് ഇല്ല. ആദ്യം ബ്ലൈൻഡാ പരിഗണിക്കേണ്ടത്. ഇല്ല, ഇന്റർവ്യൂവിൽ വന്നില്ല. പിന്നെ വരുന്നത് ഡെഫ് ആൻഡ് ഡംബാണ്. 80% കേൾവിക്കുറവുള്ള ഒരാളാണ് പിന്നുള്ളത്. പിന്നെ സ്വാഭാവികമായും അയാൾക്കേ കൊടുത്തുള്ളൂ. കാരണം ഗവൺമെൻറ് നോംസ് അനുസരിച്ചും സുപ്രീം കോടതി ഡയറക്ഷൻ അനുസരിച്ചും അത്രമാത്രമേ ചെയ്യാൻ പറ്റൂ. അത് ലംഘിക്കാൻ ആർക്കും കഴിയില്ല. അത് കൊടുത്തില്ലെങ്കിൽ അയാൾ കോടതി പോയാൽ സ്വാഭാവികമായും അയാൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതനുസരിച്ച് അത് നമുക്ക് രാഷ്ട്രീയം നോക്കാൻ കഴിയില്ല. ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കാം. പക്ഷെ അവിടെ വരുന്ന ഈ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് വരുന്ന ഒരാളെ മുമ്പിൽ രാഷ്ട്രീയം നോക്കി എനിക്ക് നിഷേധിക്കാൻ കഴിയില്ല. അവരുടെ രാഷ്ട്രീയം ഏതാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഗവൺമെൻറ് നോമിനീസ് ജോയിന്റ് സെക്രട്ടറി ഉണ്ട്. അപ്പോൾ ഹൈലി ക്വാളിഫൈഡ് 80% ഉള്ള ഈ ആൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു. അതാണ് നമ്പർ 1. നമ്മളിതിൻ്റെ അകത്ത് രാഷ്ട്രീയം നോക്കി ചെയ്യാൻ കഴിയില്ല. സുപ്രീം കോടതിയും ഗവൺമെൻറ്റും നോംസ് അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഞാൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് എനിക്ക് ഇതിനെ കൊടുക്കണമെന്ന് വാശി പിടിച്ചാൽ കൊടുക്കാവുന്നതല്ല. ഒന്ന്, അവിടെ രാഷ്ട്രീയ വിഷയമല്ല. സുപ്രീം കോടതിയും ഗവൺമെൻറ് നോംസ് അനുസരിച്ച് അതും മാത്രമേ കൊടുക്കാൻ പറ്റൂ. ആരാണെങ്കിലും കൊടുക്കാൻ പറ്റൂ. അങ്ങനെയാണ് അതിൻ്റെ സെലക്ഷൻ നടന്നിട്ടുള്ളത്. പിന്നെ വരുന്ന 2 ഓഫീസ് അസിസ്റ്റൻ്റാണ് 2 പേരും.
അതിന് ഞാൻ പറഞ്ഞ 59 അപേക്ഷ ഇട്ട് 40 ആൾ ഇൻ്റർവ്യൂ വന്നു. അതിലും 2 ആളെ ഗവൺമെൻറ് ജോയിൻറ്റ് സെക്രട്ടറി ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് 2 ആളെ സെലക്ട് ചെയ്യുന്നത്. ഈ കാര്യങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പഴയങ്ങാടിയിൽ എനിക്കെതിരെ വ്യക്തിപരമായി പ്രകടനവും മറ്റ് കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. ഞാൻ 7-ാം തീയതി ഇൻ്റർവ്യൂ ബോർഡിൽ ഇരുന്നില്ല. ഞാൻ ജസ്റ്റ് പോയി നോക്കി ഇറങ്ങി. ഞാൻ അവിടെ ഈ നാക്കിൻ്റെ ടീം വിസിറ്റിലുണ്ട്. അതിൻ്റെ വർക്കടക്കം കുറയും. ഞാൻ സൂപ്പർവിഷൻ വേണ്ടി പോയതാണ്. ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് 4-5 പേർ എന്നെ അവിടെ തടഞ്ഞു നിർത്തി വളരെ മോശമായി സംസാരിച്ചു. ഇൻ്റർവ്യൂ അപ്പുറം നടക്കുകയാണ്. ഞാനത് ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഞാനത് കേൾക്കാൻ നടന്നു പോകുന്നു. അന്ന് രാത്രി ആകുമ്പോഴേക്ക് പല ലീഡേഴ്സ് ഇടപെട്ട് ഈ ചെയ്തവരെ സസ്പെൻഡ് ചെയ്തു. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ജോലി കിട്ടാത്ത എല്ലാ ആളുകളെയും ഇളക്കി വിട്ടിരിക്കുകയാണ്. കിട്ടാതിരിക്കാൻ കാരണം ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ല, ആളുകൾ എനിക്കറിയാം. അത് സമയം വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന മാർക്സിസ്റ്റ് നിങ്ങൾ ഊഹിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇളക്കി വിടുന്നു, പ്രകടനം നടത്തുന്നു. അത് പ്രതീകാത്മകമായിട്ടാണല്ലോ കോലം കത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ കത്തിച്ചതിന് തുല്യമാണല്ലോ. എൻ്റെ ഒരു കോലം കത്തിക്കുകയാണെങ്കിൽ എന്നെ കത്തിച്ചതിന് തുല്യമാണോ? അതും കത്തിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. അതും അറിയിക്കണം, മറ്റു പാർട്ടിക്കാരല്ല. അറിയിക്കണം. ഞാൻ 29-ാം വയസ്സിലാണ് ഈ കോളേജ് ആരംഭിച്ചത്. ലീഡർ സമ്മാനിച്ച കോളേജാണ്. എഫിലേറ്റഡ് കോളേജാണ്. ഇന്ത്യയിലെ സഹകരണ മേഖലയിലെ ആദ്യത്തെ എയ്ഡഡ് കോളേജാണ്. അപ്പോൾ വളരെ ബോധപൂർവം ഈ സ്ഥാപനത്തെ നശിപ്പിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇന്നലെ നാളെ ഞാൻ ഒഴിഞ്ഞു പോകും, വേറെ വിഷയമല്ല. സ്ഥാപനം ലോകമുള്ള കാലത്തോടെ ഈ സ്ഥാപനം ഉണ്ടാവും. അത് ഉണ്ടാകണം, നിലനിൽക്കണം. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഈ നടത്തുന്ന ഈ കോലാഹലം ജോലി കൊടുക്കാൻ കഴിയാവുന്നവർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മാനദണ്ഡപ്രകാരം, നിയമന വ്യവസ്ഥ പ്രകാരം മാത്രമേ കൊടുക്കാൻ പറ്റൂ. കാരണം ഗവൺമെൻറ് നോമിനി ഉണ്ട്, അവർക്ക് തീരുമാനിക്കാൻ പറ്റും. റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുക അവർ. അതനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ. എനിക്കൊറ്റക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ എൻ്റെ ഇതുവരെ ലൈഫിൽ എനിക്കതിനിപ്പോൾ ആരോപണം ഉന്നയിക്കുന്നു. എനിക്ക് എൻ്റെ നേരെ അങ്ങനെ ആരോപണം ഉന്നയിച്ച് എന്നെ നമ്മളെ കരുത്താൻ കഴിയില്ല. എൻ്റെ കൈകൾ പരിശുദ്ധമാണ്. ഈ നിമിഷം വരെ ഒരാളെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങാത്ത ആളാണ് ഞാൻ. രാഷ്ട്രീയ രംഗത്തിറങ്ങുമ്പോൾ ആദ്യം തീരുമാനിച്ച കാര്യം അതാണ്. അതുകൊണ്ട് എന്നെ മൂലക്കിരുത്താമെന്ന് കരുതിക്കൊണ്ട് എന്നെ ജനമധ്യത്തിൽ കരിവാരി തേച്ച് ഇല്ലാതാക്കാൻ നടത്തുന്ന ഏത് ശ്രമവും അതിജീവിക്കാനുള്ള കെൽപ്പെനിക്കുണ്ട്. എന്നെ ഇല്ലാതാക്കാൻ എന്ത് ശ്രമം നടത്തിയാലും പാർട്ടിക്കകത്തെ ചിലർ നടത്തുന്ന ഈ ഏർപ്പാട് അത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും തിരിച്ചറിയണം, നല്ലവരായ ജനങ്ങളും തിരിച്ചറിയണം. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. മാടായി സഹകരണ കോളേജിലെ നിയമന വിവാദത്തിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കെതിരെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ടായിരുന്നു. 5 ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അറിയിക്കുകയും ചെയ്തു. അതിനിടെ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഭരണസമിതിക്ക് വീഴ്ച പറ്റിയെന്ന് കണ്ണൂർ DCC പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഭരണസമിതി ചെയർമാൻ NK രാഘവനെതിരെ KPCCക്ക് റിപ്പോർട്ട് നൽകിയതായാണ് നിലവിൽ സൂചനയുള്ളത്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കോളേജിൽ DFI പ്രവർത്തകന് നിയമനം നൽകിയതിനായിരുന്നു പരാതി. നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭാരവാഹികളടക്കം നിരവധി പേർ പാർട്ടി വിട്ടിരുന്നു. പിന്നാലെയായിരുന്നു അച്ചടക്ക നടപടിയുണ്ടായത്. അതിനിടെ വിവാദ നിയമനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കണ്ണൂർ കോൺഗ്രസിൽ രാജി തുടരുക തന്നെയാണ്. കോൺഗ്രസ് കുഞ്ഞിമണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ രാജിവെച്ചിരുന്നു. കമ്മിറ്റിയിലെ 39 അംഗങ്ങളും രാജി നൽകി. നേരത്തെ യൂത്ത് കോൺഗ്രസിലെ നിരവധി ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും രാജിവെച്ചിരുന്നു.